ആദ്യ കൽപ്പനയാകുന്നു എന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നു. നിന്റെ വചനപ്രകാരം ഞങ്ങളുടെ നടപ്പ് സൂക്ഷിച്ച് അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്വീകരിച്ച് അനുഗ്രഹിക്കണമേ. നിന്നെ ജനിപ്പിച്ച അപ്പന്റെ വാക്കു കേൾക്ക. നിന്റെ അമ്മ വൃത്തിയായിരിക്കുമ്പോൾ അവരെ നിന്ദിക്കരുത് എന്ന് ദൈവവചനം അരുളി ചെയ്യുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വചനപ്രകാരം ജീവിക്കുവാൻ ദൈവമേ സഹായിക്കണമേ. എന്ന് അമ്മയപ്പന്മാർക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ പഠിക്കട്ടെ. ഇത് ദൈവസന്നിധിയിൽ പ്രസാദകരമാകുന്നു എന്നും കർത്താവ് നമ്മോട് പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ പൈതങ്ങൾ വചനമനുസരിച്ച് അങ്ങയുടെ കൃപപ്രസാദം പ്രാപിപ്പാൻ സഹായിക്കണമേ. ശിശുക്കളെ അനുഗ്രഹിക്കുകയും ദൈവരാജ്യത്തിന്റെ മാതൃകയായി പഠിപ്പിക്കുകയും ചെയ്ത കർത്താവേ, ഞങ്ങളുടെ പൈതങ്ങളെയും അണച്ച് ആശീർവദിക്കണമേ. തുടർന്ന് അധ്യാപിക ഹിമയാണ്. മാതാപിതാക്കളോട് തിരുവചനം ഇപ്രകാരം പറയുന്നു: പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുവിൻ. ഞങ്ങൾക്ക് ശക്തി നൽകിയ ക്രിസ്തു യേശു എന്ന നമ്മുടെ കർത്താവ് ഞങ്ങളെ വിശ്വസ്തർ എന്നെണ്ണി ശുശ്രൂഷയ്ക്ക് ആക്കിയിരിക്കയാൽ യഹോഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. ഈ സത്യം എപ്പോഴും ഓർമ്മിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവ് എന്ന ശ്രേഷ്ഠ ഗുരുവിനെ നൽകി ഈ ദൗത്യത്തിനായി ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനാൽ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ദൈവശബ്ദം കേൾക്കുവാൻ ഏലി ശമൂവേൽ ബാലനെ പരിശീലിപ്പിച്ചതുപോലെ സൺഡേ സ്കൂൾ പ്രവർത്തകരിലൂടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവശബ്ദം കേട്ട് വളരുവാൻ സഹായിക്കുന്നതിനാൽ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നതെങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. നിർമ്മലമായൊരു ഹൃദയം ജീവിതം നൽകി കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ വചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ നൽകിയിരിക്കുന്ന വാഗ്ദത്തത്തിനായി നന്ദി അർപ്പിക്കുന്നു. സൺഡേ സ്കൂൾ വിദ്യാർത്ഥിനിയായിരിക്കുന്ന സയനോര. ഞങ്ങൾ പ്രസംഗത്തെയും ദൈവവചനത്തെയും നിരസിക്കാതെ അവ വിശുദ്ധമായവ എന്ന് വിചാരിച്ച് അവയെ സന്തോഷത്തോടെ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നതിന് കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ വചനം എപ്പോഴും അടിയങ്ങളുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരിക്കട്ടെ. അടിയങ്ങളുടെ അധരങ്ങൾ അങ്ങയ്ക്ക് സ്തുതി പാടട്ടെ. ഞങ്ങളുടെ ബാല്യത്തിലെ പാപങ്ങളെയും ലംഘനങ്ങളെയും ഓർക്കരുതേ. അങ്ങയുടെ കൃപ അടിയങ്ങളുടെ മേൽ പകരണമേ. ശിശുക്കളെ അനുഗ്രഹിച്ച് സ്വർഗരാജ്യത്തിനു അവകാശം നൽകിയ യേശുവേ, തിരുക്കരങ്ങളാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എന്റെ ഹൃദയത്തിന് ആനന്ദവുമായി. നിത്യസന്തോഷപ്രാപ്തിക്കായി കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രതിഷ്ഠിക്കുന്നു. ഈ സമയം കുഞ്ഞുങ്ങൾ ഏറ്റുപറയേണ്ടതാണ്. കരുണയുള്ള ദൈവമേ, കുഞ്ഞുങ്ങൾ പറയേണ്ടതാണ്. കരുണയുള്ള ദൈവമേ, ക്രിസ്തുവിന്റെ മക്കളായി വളരുവാൻ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരങ്ങൾ, അധ്യാപകർ സഭ നന്ദി പറയുന്നു. ഞങ്ങൾ അവരെ അനുസരിക്കുവാനും സേവിക്കുവാനും കൃപ തരണമേ. ജീവിതം കൊണ്ട് ദൈവത്തെയും മാതാപിതാക്കളെയും കോപിപ്പിക്കാതിരിക്കുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ അനുസരണക്കേടും അലസതയും മാറ്റി പരിശുദ്ധാത്മ ജ്ഞാനത്താൽ നിറയ്ക്കണമേ. പഠനം എന്ന ഉത്തരവാദിത്വം ശരിയായി നിറവേറ്റുവാൻ ഞങ്ങൾക്ക് ജ്ഞാനമുള്ള ഒരു ഹൃദയം തരണമേ. തിരുവചനപ്രകാരം ഞങ്ങളുടെ ജീവിതത്തെ നിർമ്മലപ്പെടുത്തുവാനും ക്രിസ്തുവിൽ വളരുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. സമയം ദൈവമേ,
അവിടുന്ന് ഞങ്ങൾക്ക് അവകാശമായി തന്ന അവിടുന്ന് ഞങ്ങൾ അവകാശമായി തന്ന മക്കളെ തിരുഹിത പ്രകാരം വളർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ജീവിതം കൊണ്ടും വിശ്വാസം കൊണ്ടും മക്കൾക്ക് മാതൃകയുള്ളവരാകുവാൻ സഹായിക്കണമേ. അവരെ വിശ്വാസത്താൽ നിലനിർത്തുവാൻ ഞങ്ങളെ വിശ്വാസവും തീഷ്ണതയും കൊണ്ട് നിറയ്ക്കണമേ. മക്കൾക്ക് മതിയായ വിദ്യാഭ്യാസം നൽകുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഈ വിധം അവരുടെ നല്ല ജീവിതം കണ്ട് സന്തോഷിക്കുവാനും അവിടുത്തെ നാമത്തിന് നന്ദി അർപ്പിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ഒരുമിച്ച് പറയാം. സകലത്തിന് മുൻപേ നിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്ന ദൈവമക്കളായി വളരാൻ ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഞങ്ങളെ സ്വീകരിച്ച് അനുഗ്രഹിക്കണമേ. ആമേൻ. സഭയ്ക്കിരിക്കാം. ഈ സമയം കാണിക്കയ്ക്ക്